ഹലോ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നണേ? നല്ല ഗ്രീൻ കളറുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കണതാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരൈറ്റമാണ് കേട്ടോ. നിങ്ങൾക്കപ്പോൾ അടിപൊളിയായിട്ട് വേഗം ഉണ്ടാക്കാം. അപ്പോൾ ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ല ബാച്ചിലേഴ്സിനും അതുപോലെ പെട്ടെന്ന് നമുക്കൊരു രാത്രിയൊക്കെ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം, ചെറിയ ജീരകം, കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ടാണ് നമ്മളിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി ഇടുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സബോള ഒരു 2-3 സബോളയാണ് ചേർക്കുന്നത്. ചെറിയ സബോളയാണ് കേട്ടോ. വലിയ സബോള എന്ന് വെച്ചാൽ 2 സബോള ചേർത്താൽ മതി. ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് ഇത് ഉണ്ടാക്കി വന്നിട്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് സൂപ്പറായിരുന്നു. അതുകൊണ്ടാണ് ഇതെന്തായാലും നിങ്ങൾക്ക് കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചമസാല അരയ്ക്കാൻ വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കൂടിയിട്ട് നമുക്ക് ഗ്രൈൻഡറിലിട്ടൊന്ന് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതാണ് നന്നായി അരച്ചെടുത്താലാണ് ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ട് ചേരുള്ളൂ. അപ്പോൾ ഇതിൽ പച്ച കളറാണ് ഇതിൻ്റെ കളറായിട്ട് വരിക. നമ്മളിതിൽ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. മുളക് പൊടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും, അല്ലാണ്ട് ഇതിൽ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ അത് കാരണം കളർ വല്ലാണ്ട് ചേഞ്ച് ആവില്ല. ഒരു ഗ്രീനിഷ് കളറിൽ തന്നെയാണ് നമ്മുടെ ബിരിയാണി ഇരിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാ പോലെ ബിരിയാണി ഉണ്ടാക്കണവർക്ക് ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മഷിയൊക്കെ അരച്ചതിന് ശേഷം അത് ഇതിലേക്ക് ഇടാം. എന്താ പറയുക, സബോളൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണി ഞാൻ ആദ്യം ഉണ്ടാക്കി പഠിക്കണത് എൻ്റെ ഫാദർ ഇൻ ലോൻ്റെ കയ്യിൽ നിന്നാണ്. ആളാണിത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഉണ്ടാക്കണ ഒരു ടേസ്റ്റ് അല്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഈ ഒരു പച്ച മസാല അരച്ചുണ്ടാക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ അതിൻ്റെ ഫാനായിരുന്നു. പിന്നെ എപ്പോഴും എൻ്റെ വീട്ടിലായാലും ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേ മസാല എന്താ പറയുക, നമ്മളിട്ട ഇതൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ അളവിൽ എന്താ പറയുക ബിരിയാണി മസാലയാണ് ചേർക്കണേ. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ മസാലയിൽ ബിരിയാണി മസാല കൂടി ചേർത്താറാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ. പിന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ സാധാ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണ വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നല്ല സ്മെല്ല് വരും. ഈ പച്ച മസാലയുടെ അരയ്ക്കുമ്പോഴത്തെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഏത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെടും. ഇപ്പോൾ മല്ലിയില, പുതിനയില ഒന്നും ഇഷ്ടമല്ലെങ്കിൽ കൂടി പക്ഷേ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതൊക്കെ നന്നായി വഴണ്ട് വന്ന് നമുക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞത് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പിട്ട് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി അത് ഇത്തിരി സോഫ്റ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കിപ്പോൾ ജോലിക്ക് പോകണതിന് മുന്നായാലും രാവിലെ എഴുന്നേറ്റിട്ടായാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം നേരം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ സെപ്പറേറ്റ് ഉണ്ടാക്കുമ്പോഴായാലും ഭയങ്കര ടൈം വരും. അപ്പോൾ ഈ സബോള തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ അളവിൽ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് ഇത്ര ചേർത്ത് കൊടുക്കണം. പുളിയുള്ള തൈരാണെന്ന് വെച്ചാൽ ലേശം ചേർത്ത് കൊടുത്താൽ മതി. എന്താ പറയുക, നല്ല കട്ടിയുള്ള തൈരാണ്, നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഈ തൈരും കൂടി ആയി കഴിഞ്ഞാൽ നല്ല മിക്സായി. ഇതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താ പറയുക, ഈ ചിക്കൻ ഇട്ടതിന് ശേഷം കുറച്ച് നേരം വെന്തതിന് ശേഷം നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കിയായാലും അടിപൊളിയാണ്. ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ ആയാലും സൂപ്പറാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ കറിയും ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ അതും കൂടി ഒരു നല്ല ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് 1 കിലോ അളവുള്ള ചിക്കനാണ് ചേർക്കണേ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും, ചിക്കൻ മസാലയും ഉപ്പൊക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. അല്ലെങ്കിൽ ബിരിയാണിയുടെ അരി ഇട്ടതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമായാലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളർ കണ്ടില്ലേ? ഈ ഒരു കളറായിരിക്കും. ഇത് വെന്ത് വരുമ്പോഴേലും ഈ ഒരു കളറാണ്. നല്ലൊരു എന്താ പറയുക, ഒരു പാലൊക്കെ അരച്ച് ചേർത്തൊരു ടേസ്റ്റ് പോലെയാണ്. ടേസ്റ്റ് അല്ല, അതിൻ്റെ ഒരു കളറാണ് കേട്ടോ. പച്ച കളറിൽ നമുക്ക് ചിക്കൻ വേണമെങ്കിലോ പച്ച കളറുള്ള ബിരിയാണി വേണമെങ്കിലോ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാം കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോട്ടെ, ഞാൻ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടാവുമെന്ന്.
അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരി ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിലാണ് നമ്മളിവിടെ വെള്ളം ചേർത്ത് കൊടുക്കണത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് അരി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളമാണ് ചേർക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചെക്ക് ചെയ്യാം. പിന്നെ നാരങ്ങനീര് ഒഴിക്കണവർക്ക് നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കാം. നെയ്യുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ പുളിക്ക് വേണ്ടി നാരങ്ങ വേറെ ഒഴിച്ച് കൊടുക്കണം എന്നില്ല. പുളിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളത് ജസ്റ്റ് എന്താ പറയുക, ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒഴിക്കണം. പക്ഷേ ഇത് അങ്ങനെ ഒട്ടി പിടിക്കൊന്നുമില്ല. സംഗതി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. എന്ന് വെച്ചാൽ പുളി ഇതിൽ അത്യാവശ്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ടുള്ള കാരണം അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും നെയ്യ് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 1 വിസിലാവണ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരിയും ചിക്കനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിലാവണ വരെ വെയിറ്റ് ചെയ്യാം. നമുക്കത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 1 വിസിലാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയർ ഫുള്ള് പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതുവരെ നമ്മളത് തൊടൊന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ എയറൊക്കെ ഫുൾ പോയിട്ടുണ്ട് കുക്കറിൻ്റെ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പറയാം, നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നതായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് നനവുണ്ടോ ഒട്ടി പിടിക്കണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇല്ല കേട്ടോ. നമുക്കിത് എന്നിട്ട് വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്ത സാധനം സെറ്റാണ്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയ കാരണം ഇപ്പോൾ ഇങ്ങനെ തോന്നുന്ന ഒരു വെള്ളത്തിൻ്റെ വിഷമം തോന്നുന്നത് അത് ഇല്ല. അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വറ്റി സെറ്റായിക്കോളും. അപ്പോൾ നമുക്ക് നമ്മളിത് ഇങ്ങനെ വേറൊരു കാസറോളിലേക്ക് മാറ്റി കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ ബിരിയാണി നല്ല എന്താ പറയുക, ഉപ്പും പുളിയും ബിരിയാണിയുടെ ആ ടേസ്റ്റും ആ ചിക്കനൊക്കെ സോഫ്റ്റ് ചിക്കൻ നല്ല നല്ല അടിപൊളി പാകത്തിനുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തു.